ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ ഒരു ലിക്വിഡിറ്റിയും, ഈ രണ്ട് കാര്യവും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് എങ്ങനെ കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വിൻ റേറ്റ് കൂട്ടിയ ഒരു എൻട്രി എങ്ങനെ പോസിബിൾ ആക്കാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇത് തോന്നും, എങ്ങനെ ഒരു സ്ട്രക്ചറും ഒരു ലിക്വിഡിറ്റിയുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ രണ്ടും കൂടി എങ്ങനെ കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു എൻട്രി എടുക്കാം എന്നുള്ളൊരു ചിന്ത കാണാം. പക്ഷേ ഹെവി വിൻ റേറ്റുള്ള നല്ല ഒരു ട്രേഡ് ഈ സ്ട്രക്ചറും അതുപോലെ തന്നെ ഈ ലിക്വിഡിറ്റിയും കൂടി നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ അങ്ങനെ ഒരു എൻട്രി നോക്കുവാണെങ്കിൽ തന്നെയും ഏകദേശം ഒരു സ്മാർട്ട് മണിയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാർക്കറ്റിൽ അപ്പ് ട്രെൻഡ്, അതുപോലെ തന്നെ കൺസോൾട്ടേഷൻ, ഡൗൺ ട്രെൻഡ്, അങ്ങനെ 3 ടൈപ്പ് ട്രെൻഡുകളാണ്. ഓക്കെ, അപ്പം ഈ ഒരു ട്രെൻഡുകളെല്ലാം അതായത് ഈ ഒരു ട്രെൻഡുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനും പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സെറ്റപ്പിലൂടെ ഇതെല്ലാം കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ടോപ്പിക്കിലോട്ട് വരുന്നതിന് മുമ്പ് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ICTയും SMCയും അതുപോലെ തന്നെ പ്രൈസ് ആക്ഷനും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം കാണുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് ഒരു ബേസ് തൊട്ട് നമുക്കിങ്ങനെ കയറി ആ ഒരു ആ ഒരു എൻട്രിയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലോട്ട് നമുക്ക് എത്താം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 3 ടൈപ്പ് ട്രെൻഡുണ്ട്. ഫസ്റ്റ് വൺ അപ്പ് ട്രെൻഡ്. ഓക്കെ, അപ്പ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് മാർക്കറ്റ് ഒരു ഹയർ ഹൈ, അതുപോലെ തന്നെ ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഒരു ഡൗൺ ട്രെൻഡ്. എങ്ങനെയാണ് ഡൗൺ ട്രെൻഡ്? ഒരു ലോവർ ലോ, ഒരു ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. അതായത് അപ്പ് ട്രെൻഡിലാണെങ്കിൽ ഓരോ ഹയർ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലോട്ട് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഡൗൺ ട്രെൻഡിലാണെങ്കിലോ മാർക്കറ്റ് ഓരോ ലോവർ ലോയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ട്രെൻഡാണ് ഒരു ട്രെൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കൺസോളിഡേഷൻ. ഓക്കെ, ഒരു കൺസോളിഡേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് അപ്പ് ട്രെൻഡും തരത്തില്ല, മാർക്കറ്റ് ഡൗൺ ട്രെൻഡും തരത്തില്ല. അപ്പോൾ അതിനെയാണ് നമ്മളൊരു കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ നമുക്ക് ഒരിക്കലും എൻട്രി ഇല്ല. ഓക്കെ, കൺസോളിഡേഷൻ ലെവലിൽ നമ്മൾ ഒരിക്കലും എൻട്രി എടുക്കത്തില്ല. നമുക്കൊരു അപ്പ് ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് എങ്ങനെയായാലും ഒരു ട്രെൻഡ് മാർക്കറ്റ് തന്നുകൊണ്ടിരിക്കണം, അവിടെയാണ് നമുക്ക് എൻട്രി ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരു അപ്പ് ട്രെൻഡ് ആണെങ്കിൽ മാർക്കറ്റ് ഹയർ ഹൈ വരുന്നു, ഹയർ ലോ വരുന്നു, ഹയർ ഹൈ വരുന്നു, ഹയർ ലോ തരുന്നുണ്ട്. ഓരോ ഹയർ ഹൈയും ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഡൗൺ ട്രെൻഡിൻ്റെ കാര്യം അതുപോലെ തന്നെ, മാർക്കറ്റ് ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ ഇങ്ങനെ തന്നുകൊണ്ട് മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഓരോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറുകൾ, ഓരോ ഹയർ ഹൈയെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും, അതുപോലെ തന്നെ ഓരോ ലോവർ ലോയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്ത് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മാർക്കറ്റ് ഒരു അപ്സൈഡിലോട്ടുള്ള കാര്യം എടുക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ഇമ്പൾസ് മൂവ്മെൻറ്റ് തരും, ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് തരും. ദെൻ മാർക്കറ്റ് എന്ത് തരും? ഒരു കറക്ഷൻ തരും. നെക്സ്റ്റ് വൺ മാർക്കറ്റോ പിന്നെയും ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് തരും, ദെൻ ഒരു കറക്ഷൻ തരും, ദെൻ ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് തരും, ദെൻ ഒരു കറക്ഷൻ തരും, ദെൻ ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് തരും. ഓക്കെ, അതായത് ഓരോ ഹയർ ഹൈയെ നമുക്കിവിടെ കാണാം. ഒരു ഹയർ ഹൈ തന്നതിനു ശേഷം മാർക്കറ്റ് ഒരു ടെമ്പററി ആയിട്ട് ഒരു ടെമ്പററി ആയിട്ട് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നത് നമ്മൾ കറക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പ് ട്രെൻഡിൻ്റെ കാര്യത്തിൽ ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഹയർ ഹൈയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നുകൊണ്ട് ഒരു ഇമ്പൾസീവ് മൂവ് തന്നതുകൊണ്ട് നെക്സ്റ്റ് ഒരു ഹയർ ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെമ്പററി ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് താഴോട്ട് വരും, ഒരു ഹയർ ലോ തരും, നെക്സ്റ്റ് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരും, ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കറക്റ്റീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടെമ്പററി ആയിട്ട് മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പറഞ്ഞ ഈ എല്ലാ കാര്യവും കൂടി കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് മൂവ് ചെയ്യുന്നു. എങ്ങനെ? ഇമ്പൾസീവ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ കറക്ഷനും. ഓക്കെ, ഓരോ ഹയർ ഹൈയും ഹയർ ലോയും, ദെൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ദെൻ അതൊരു ഇമ്പൾസീവ് മൂവ്മെൻ്റ് ആണ്. നെക്സ്റ്റ് മാർക്കറ്റ് ഒരു കറക്ഷൻ തരുന്നു, നെക്സ്റ്റ് മാർക്കറ്റ് ഒരു ഹയർ ലോ ക്രിയേറ്റ് ആവുന്നു, ദെൻ മാർക്കറ്റ് ഈ ഒരു പ്രീവിയസ് ഹയർ ഹൈയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, ഒരു ഇമ്പൾസീവ് മൂവ് തന്നുകൊണ്ട് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, ദെൻ ആ ഒരു ഹൈയിൽ നിന്നും മാർക്കറ്റ് ദെൻ താഴോട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ,
താഴോട്ട് മൂവ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഈ ഒരു ഹയർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സ്ട്രക്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിന് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചറിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ദെൻ ലോവർ ഹൈ, ദെൻ ലോവർ ലോ, ദെൻ ലോവർ ഹൈ, ലോവർ ലോ. നമ്മൾ ഡൗൺ സൈഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഡൗൺ സൈഡിലോട്ട് പോകുമ്പോൾ ഇതൊരു ഇമ്പൾസീവ് മൂവ്മെൻറ്റും നെക്സ്റ്റ് മാർക്കറ്റ് ടെമ്പററി ആയിട്ട് അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് വരുമ്പം, അതായത് മാർക്കറ്റ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആകുമ്പോൾ അതൊരു കറക്ഷൻ മൂവ്മെൻറ്റ് എന്നും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ അതൊരു ഇമ്പൾസീവ് മൂവ്മെൻറ്റും. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് ഒരു ലോവർ ഹൈ ഉണ്ടാകുന്നു, അവിടെ നമുക്ക് ഒരു കറക്ഷനും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഈ ഒരു എൻട്രിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിക്വിഡിറ്റിയെ പറ്റി അറിയണം. ഇപ്പോൾ നമ്മളൊരു സ്ട്രക്ചറിനെ പറ്റി മനസ്സിലാക്കി, ഇനി നമ്മളൊരു ലിക്വിഡിറ്റിയെ പറ്റി അറിയണം. അതായത് ഇങ്ങനൊരു മൂവ്മെൻറ്റ്, ഓക്കെ, ഇങ്ങനൊരു മൂവ്മെൻറ്റിൽ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കീ ലെവലാണ്. ഓക്കെ, ഇതൊരു കീ ലെവലാണ്, അതുപോലെ തന്നെ ഈ ലെവലും ഒരു കീ ലെവലാണ്. ഒരു ഇമ്പൾസീവ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ മൂവ് തരുന്ന ഓരോ സ്വിങ്ങും. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ ഇതൊരു കീ ലെവലാണെന്ന് പറയുന്നു. ഈ ഒരു സ്വിങ് ഹൈ, അതുപോലെ തന്നെ ഈ ഒരു സ്വിങ് ലോ. ഈ ഒരു സ്വിങ് ഹൈക്ക് മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഞാൻ ലിക്വിഡിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞ കാര്യമാണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വിങ്ങിൻ്റെ ഹൈയിലായിട്ട് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഈ ഒരു സ്വിങ് ലോയ്ക്ക് താഴെയായിട്ടും ലിക്വിഡിറ്റി ഉണ്ട്. അതായത് ഇവിടെ നിന്ന് ട്രേഡ് എടുക്കുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ആണ് ഇവിടെ. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാം ഞാൻ ഈ ലിക്വിഡിറ്റിയെ പറ്റി ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്താണ്, അതുപോലെ തന്നെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്വിങ് ഹൈക്ക് മുകളിലും ഈ ഒരു സ്വിങ് ലോയ്ക്ക് താഴെയും ഇവിടെ സെൽ സ്റ്റോപ്പും അതുപോലെ തന്നെ ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ലിക്വിഡിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇങ്ങനൊരു സ്ട്രക്ചറിൽ മാർക്കറ്റ് ഈ സ്വിങ് ലോയിലും സ്വിങ് ഹൈയിലും, ആ സ്വിങ് ഹൈക്ക് മുകളിലും സ്വിങ് ലോയ്ക്ക് താഴെയും, കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഓരോ ലിക്വിഡിറ്റിക്ക് താഴെയും മുകളിലുമായിട്ട് സ്റ്റോപ്പ് ലോസ് ഓർഡറുകളുണ്ട്. ഓക്കെ, അതായത് ബൈ സ്റ്റോപ്പ് അതുപോലെ തന്നെ സെൽ സ്റ്റോപ്പ്. ഓക്കെ, അതായത് സ്റ്റോപ്പ് ലോസ് പ്ലസ് ബൈ സ്റ്റോപ്പ്, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലസ് സെൽ സ്റ്റോപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി, അതായത് ഈ ഒരു സ്വിങ്ങിൻ്റെ കാര്യം നമ്മൾ ഇവിടം വരെ പറഞ്ഞു, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഈ ഒരു ബൈ സ്റ്റോപ്പ് ഏരിയയിൽ മാർക്കറ്റ് ഈ ഒരു സ്വിങ്ങിന് മുകളിലായിട്ട് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് വരാം. ഓക്കെ, ദെൻ ആ ഒരു ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്വിങ്ങിന് മുകളിലായിട്ട് ഒരുപാട് ഓർഡറുകൾ പെൻഡിങ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സ്വിങ്ങിന് താഴെയായിട്ട് ഒരുപാട് ഓർഡറുകൾ ഇവിടെയും പെൻഡിങ് ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുവാണെങ്കിൽ ആ ഓർഡേഴ്സ് കവർ ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ടൊരു മൂവ്മെൻറ്റ് തരാം. അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുത്തുകൊണ്ട്, അതായത് ഈ ഒരു സ്വിങ്ങിന് താഴെയായിട്ട് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ആ ഒരു പെൻഡിങ് ഓർഡേഴ്സ് എടുത്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട്, അതായത് അപ്പ് സൈഡിലോട്ടും ഒരു മൂവ്മെൻറ്റ് തരാം. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈക്വൽ ലോ, അതുപോലെ തന്നെ ഈക്വൽ ഹൈ, സപ്പോർട്ട്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കാണാം ഇവിടെ മാർക്കറ്റ് ഒരു 3 പ്രാവശ്യം വന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു ലെവൽ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയാം. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഒരു 2 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവൽ നമുക്ക് എന്ത് പറയാം, ഒരു റെസിസ്റ്റൻസ് ലെവലാണെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ബൈ സ്റ്റോപ്സും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും, അതായത് ഈ ഒരു ഓർഡറിന് മുകളിലായിട്ട് ഈ ഒരു ഈക്വൽ ഹൈക്ക് മുകളിലായിട്ട് എന്തുണ്ട്, ഓർഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഈക്വൽ ലോയ്ക്ക് താഴെയായിട്ട് എന്തുണ്ട്, സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് പ്ലസ് ബൈ സ്റ്റോപ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോപ്പ് ലോസ് പ്ലസ് സെൽ സ്റ്റോപ്പ്, അതായത് ഇവിടെ ഈ ഒരു ഈക്വൽ ഹൈക്ക് മുകളിലും ഈക്വൽ ഹൈക്ക് താഴെയായിട്ടും ഓർഡേഴ്സ് ഉണ്ട്, ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തും അവിടെ സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഈ ഒരു ഇമേജിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും മാർക്കറ്റ് ഒന്നെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് പമ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് ഈ ഒരു ഈക്വൽ ലോയ്ക്ക് താഴെയായിട്ടുള്ള ആ ഒരു ഓർഡേഴ്സ് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റിയും ഈ ഒരു സ്ട്രക്ചറും കൂടി നമുക്ക് കണക്ട് ചെയ്യാം. അതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കിയാൽ നമ്മളൊരു എൻട്രി മോഡൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് ഇങ്ങനെ ഇറങ്ങി വരുമോ. ഓക്കെ, അതായത് മാർക്കറ്റ് ഇങ്ങനെ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇറങ്ങി വരുമോ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഈക്വൽ ഹൈ കാണാൻ പറ്റും. ഓക്കെ, എന്ത് കാണാൻ പറ്റും, ഈ ഒരു ഈക്വൽ ഹൈ കാണാൻ പറ്റും. അപ്പോൾ കുറേ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിവിടെ പറയുന്നുണ്ട് ഇവിടെ ഈക്വൽ ഹൈ കാണാൻ പറ്റും. അപ്പം ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്താൽ എന്താണ്, ബ്രേക്ക് ചെയ്താൽ
കുറേ ആൾക്കാർ മാർക്കറ്റ് വന്ന് ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ മുകളിലോട്ട് എൻട്രി എടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ സപ്പോർട്ട് ബ്രേക്ക് ആകുമ്പം ഈ ഒരു സപ്പോർട്ട് വന്ന് റീടെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു റെസിസ്റ്റൻസ് ലെവലാവുന്നു, നെക്സ്റ്റ് താഴോട്ട് എൻട്രി എടുക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം ആ ഒരു സ്ട്രക്ചർ കൂടി നോക്കണം, ഈ ഒരു സ്ട്രക്ചർ കൂടി നോക്കേണ്ടത് കാര്യമുണ്ട്. ഓക്കെ, നമ്മളിപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ എടുക്കുകയാണെങ്കിൽ അതിന് മുകളിലായിട്ടൊരു സപ്ലൈ ലെവൽ ഉണ്ടെങ്കിൽ, ഓക്കെ, എന്തുണ്ടെങ്കിൽ ഒരു സപ്ലൈ ലെവൽ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത്, അതായത് ഒരു ഡൗൺ ട്രെൻഡിൽ വരുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ അപ്പ് സൈഡിൽ വരുന്ന മാർക്കറ്റ്, ഓക്കെ, ഇതുപോലെ തന്നെ ഒരു ഈക്വൽ ഹൈ, ഓക്കെ, ഒരു ഈക്വൽ ഹൈ ലിക്വിഡിറ്റി റേഞ്ച് തന്നാൽ അതിന് മുകളിലായിട്ടൊരു സപ്ലൈ ഏരിയ ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു സപ്ലൈ ഏരിയ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഉറപ്പായിട്ട് ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഓക്കെ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു സപ്ലൈ ഏരിയയിൽ ടാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങി വരും. ഓക്കെ, ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ ഒരു ഈക്വൽ ഹൈയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. ദെൻ എന്താണ് സംഭവിച്ചേക്കുന്നത്, നമുക്കിവിടെ ഒരു സപ്ലൈ ഏരിയ വേണം. ഓക്കെ, ഒരു സപ്ലൈ ഏരിയ വേണം. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ഈ ഒരു സപ്ലൈ ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങി വരാം. പിന്നെ നമുക്ക് ഇങ്ങനെ വരുന്ന ട്രേഡുകളിൽ, അതായത് നമ്മൾ പലയിടത്തും സ്റ്റോപ്പ് ലോസുകൾ അടിക്കുന്ന പരിപാടികൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരു ഓർഡേഴ്സ് ഇങ്ങനെ വരുമ്പോൾ ചിലർ റീടെസ്റ്റ് എടുക്കാറുണ്ട്. ഓക്കെ, ഒന്ന് നോക്കാണ്ട് റീടെസ്റ്റ് എടുക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ മാർക്കറ്റിനെ നോക്കിക്കാണുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ അറിഞ്ഞു വെച്ചാൽ നമുക്ക് ഒരുപാട് നമ്മുടെ സ്റ്റോപ്പ് ലൂസുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രൈസ് ആക്ഷൻ നോക്കി എൻട്രി എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ്, മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അതായത് ഒരു രണ്ടോ അതിലധികമോ പ്രാവശ്യം മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നുകൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്താണെന്ന് പറയാം, ഇവിടെ ഒരു ഫേക്കായിട്ടുള്ള അപ്സൈഡ് മൂവ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ചിലർ ചോദിക്കും ഇതൊരു ഫേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണോ എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അതൊരു ഫേക്കാണ്. ഓക്കെ, ഫേക്ക് എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. കാര്യം മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ആ ഒരു സപ്ലൈ ഏരിയയിൽ ടാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങി വന്നേക്കുവാണ്. അപ്പോൾ നമുക്കിത് എന്തായാലും ഉറപ്പായിട്ടും ഫേക്കാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഒരു ഫേക്കായിട്ടുള്ളൊരു ക്യാരക്ടർ ചേഞ്ചസ് ഒക്കെ ബിൽഡ് ആവുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് പലയിടത്തും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്മാർട്ട് മണിയിൽ എൻട്രി എടുക്കുന്നവരാണെങ്കിൽ പല കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്കിത് കണക്റ്റായി വരും. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ എന്താണ് വേണം, ഒരു 3 അതിലധികമോ പ്രാവശ്യം മാർക്കറ്റ് ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് താഴോട്ടിറങ്ങണം. ദെൻ സെക്കൻഡ് വൺ മാർക്കറ്റ് എന്ത് പറയണം, ഒരു ഈക്വൽ ഹൈ അല്ലെങ്കിൽ ഒരു ഈക്വൽ ലോ ആയിട്ടുള്ള ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് റേഞ്ച് തരണം. ദെൻ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം. ദെൻ അതിന് മുകളിൽ ഒരു സപ്ലൈ റേഞ്ച് വേണം, ഒരു സപ്ലൈ റേഞ്ച്. ഓക്കെ, ആ ഒരു സപ്ലൈ റേഞ്ചിൽ മാർക്കറ്റ് പോയി ടാപ്പ് ചെയ്യണം. ഓക്കെ, ടാപ്പ് ചെയ്താൽ ഇതുപോലുള്ളൊരു എൻട്രി നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ലൈവായിട്ട് ചാർട്ടിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ടിലോട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണാം, ഒരു അപ്പ് സൈഡിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണാം, ഒരു ലോ സൈഡ് കാണാം, അതുപോലെ തന്നെ പിന്നെയും ഒരു ഹൈ കാണാം, ദെൻ ഒരു ലോ കാണാം, പിന്നൊരു ഹൈ കാണാം. ദെൻ മാർക്കറ്റ് ആ ഒരു ലോയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം. അപ്പം നമുക്കിവിടെ ഒരു കറക്റ്റ് ട്രെൻഡ് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ നേരത്തെ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം, മാർക്കറ്റ് ആ ഒരു ലോയിൽ നിന്നും മാർക്കറ്റ് ദെൻ താഴോട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തേക്കുന്നതും കാണാം. ഓക്കെ, ദെൻ മാർക്കറ്റ് ആ ഒരു ഹൈയിൽ, അതായത് ആ ഒരു ഹൈയിൽ നിന്നും മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു ലെവലിലായിട്ട് ഒരു കൺസോളിഡേഷൻ റേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ, നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ആ ഒരു ബ്രേക്ക് കാണാൻ പറ്റും. പക്ഷേ ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഈക്വൽ ഹൈ ആണ്. ഓക്കെ, ഒരു ഈക്വൽ ഹൈ ആണ്. ആ ഒരു ഈക്വൽ ഹൈ എന്ന് പറയുന്നത് എവിടെയായിട്ട് വരും, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു റേഞ്ചിലായിട്ട് നമുക്ക് ആ ഒരു ഈക്വൽ ഹൈ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഒരു റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് ആ ഒരു റേഞ്ചിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് റിഫൈൻ ചെയ്തെടുത്തിരിക്കുകയാണ് ആ ഒരു
റെസിസ്റ്റൻസ് അഥവാ ആ ഒരു ഈക്വൽ ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലായിട്ട് എന്തുണ്ട്, ആ ഒരു റേഞ്ചിന് മുകളിലായിട്ട് ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ആ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ആ ഒരു എൻട്രി മോഡലിൻ്റെ പകുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു ലിക്വിഡിറ്റി മുകളിലായിട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകാം, അങ്ങനെ പല ട്രേഡേഴ്സും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിന് മുകളിലായിട്ട് ഒരു സപ്ലൈ റേഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഈ വരച്ച ഈ ഒരു റേഞ്ചിന് ആ ഒരു റേഞ്ചിലായിട്ടാണ് എന്തുള്ളത്, ആ ഒരു ലിക്വിഡിറ്റി ഉള്ളത്, ആ ഒരു പെൻഡിങ് ഓർഡേഴ്സ് ഉള്ളത്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്, ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ വരച്ച ആ ഒരു ലിക്വിഡിറ്റി റേഞ്ചിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് താഴോട്ട് വരാം. ഓക്കെ, നമ്മൾ ഇനി നോക്കേണ്ട കാര്യം കറക്റ്റായിട്ട് ആ ഒരു ലിക്വിഡിറ്റി മുകളിലുള്ള ആ ഒരു സപ്ലൈ റേഞ്ച്, ഓക്കെ, ആ ഒരു സപ്ലൈ റേഞ്ച് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ, ഓക്കെ, അതായത് ആ ഒരു സെൽ സൈഡ് മൊമെൻറ്റം തുടങ്ങിയ ആ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ എന്തായിട്ട് എടുക്കും, ആ ഒരു സപ്ലൈ റേഞ്ചായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, എന്തായിട്ട് എടുക്കും, ആ ഒരു സപ്ലൈ റേഞ്ചായിട്ട് എടുക്കും. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ഒരു സെൽ സൈഡ് മൊമെൻറ്റം തുടങ്ങിയ ആ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ എന്തായിട്ട് എടുക്കും, ആ ഒരു സപ്ലൈ റേഞ്ചായിട്ട് എടുക്കും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ലോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ദെൻ ഒരു സപ്ലൈ റേഞ്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ലിക്വിഡിറ്റി ഏരിയയും നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മളിവിടെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്നിനുമല്ല, നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ്. ആ ഒരു ഈക്വൽ ഹൈ ലിക്വിഡിറ്റി നമ്മൾ നേരത്തെ ആ ഒരു എൻട്രി മോഡൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഈക്വൽ ഹൈ ലിക്വിഡിറ്റി, അതുപോലെ തന്നെ സപ്ലൈ ഏരിയ, അതുപോലെ തന്നെ ലോ സൈഡ്. ഇനി എന്താണ്, മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ആ ഒരു ലിക്വിഡിറ്റി റേഞ്ചിൽ പോയി ടാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാര്യം ഇനി എന്താണെന്ന് നോക്കിയാൽ, ഈ ഒരു ലിക്വിഡിറ്റി റേഞ്ചിന് മുകളിലായിട്ട് മാർക്കറ്റ് എത്തുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, ഒരു എൻട്രി നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ആ ഒരു എൻട്രി മോഡൽ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം, എന്നിട്ട് ആ ചാർട്ടുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്ക് നിങ്ങൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു ഈക്വൽ ഹൈ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ കാണാൻ പറ്റും, അതുപോലെ തന്നെ ഒരു സപ്ലൈ റേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. കറക്റ്റ് വരച്ചു വെച്ചിരിക്കുന്ന കാര്യം അതുപോലെ തന്നെ ചാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സപ്ലൈ റേഞ്ചും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എൻട്രിയാണ്. ഓക്കെ, എങ്ങനെ എൻട്രി എടുക്കും, എവിടം വരെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. അപ്പം സപ്ലൈ റേഞ്ചിൽ നിന്നും ഏകദേശം ഓക്കെ നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു സപ്ലൈ റേഞ്ച് വരുന്ന സ്ഥലം വരെ നമുക്കൊരു എൻട്രി ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഷോർട്ട് പൊസിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സപ്ലൈക്ക് മുകളിലായിട്ട് നമുക്ക് നമ്മളെ ഒരു എൻട്രി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു സപ്ലൈ റേഞ്ചിന് മുകളിലായിട്ട്. ഇനി പ്രോഫിറ്റ് എവിടം വരെ വെക്കണം എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് കാര്യം. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു സപ്ലൈ റേഞ്ചിന് തൊട്ട് മുകളിലായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്വിങ്ങിന് മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു സ്റ്റോപ്പ് ലോസ് നോക്കാം. ഇനി നെക്സ്റ്റ് കാര്യം എന്താണ്, പ്രോഫിറ്റ്. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് എവിടം വരെ എത്തിക്കാം എന്നുള്ള കാര്യം പല ട്രേഡേഴ്സിനും സംശയമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു ടേക്ക് പ്രോഫിറ്റ്, ഓക്കെ, ഫസ്റ്റ് ടാർജറ്റ് അതുപോലെ തന്നെ സെക്കൻഡ് ടാർജറ്റ് എവിടം വരെ വെക്കാമെന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് കിടക്കുന്നത്. നമുക്ക് ഏകദേശം ആ ഒരു റേഞ്ച് വരെ നമ്മളൊരു ടാർജറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സപ്ലൈ റേഞ്ച് ആണെങ്കിലും അതുപോലെ തന്നെ ഡിമാൻഡ് സൈഡിൽ ഇനി എൻട്രി എടുക്കുകയാണെങ്കിലും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അപ്പം നെക്സ്റ്റ് കാര്യം ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് എത്തുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ടാപ്പ് ചെയ്തു, മാർക്കറ്റ് നല്ല പുഷ്പം പോലെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നതാണ്. അപ്പം നല്ലൊരു സെറ്റപ്പാണ്. ഓക്കെ, നല്ലൊരു സെറ്റപ്പാണ് സ്ട്രക്ചർ പ്ലസ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കുന്ന ആ ഒരു മൂവ്മെൻറ്റും ആ ഒരു മൊമെൻറ്റം എന്താണെന്നുള്ള കാര്യം. അത്രയും ഓർഡേഴ്സ് അവിടെ ഉണ്ട്. നമുക്ക് കറക്റ്റ് പ്ലേസിൽ നിന്നും ആ ഒരു എൻട്രി കിട്ടും. ഓക്കെ, മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് താഴോട്ടാണ്. ഓക്കെ, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എൻട്രി എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാം. ഓക്കെ, അപ്പോൾ പലരും റീടെസ്റ്റ് എടുക്കുന്നവരൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നമ്മൾ ഈ ഒരു റേഞ്ച് ഡിമാൻഡ് ഏരിയ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എൻട്രിയും കാര്യങ്ങളും
ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ചാർട്ടിലെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ഈ ഒരു സ്ട്രക്ചർ പ്ലസ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്കത് ക്ലിയറായി മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എൻട്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ കാര്യം ഒരു ലിക്വിഡിറ്റി റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ഇപ്പോൾ ഈക്വൽ ഹൈക്കാണെങ്കിൽ ഈക്വൽ ലോയ്ക്ക് മുകളിലാണെങ്കിലും അല്ലെങ്കിൽ താഴെയാണെങ്കിലും ഓക്കെ, ഈക്വൽ ലോയ്ക്ക് താഴെയും അതുപോലെ തന്നെ ഈക്വൽ ഹൈക്ക് മുകളിലുമായിട്ട് ഓർഡേഴ്സ് ഉണ്ട്, പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. അതൊരു കുറച്ചുകൂടെ സപ്ലൈ ഉള്ള ഏരിയ കൂടാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഒരു എൻട്രിയുടെ ആ ഒരു എന്താണെന്ന് അത്രയും വിൻ റേറ്റ് ഉണ്ട്. ഓക്കെ, അത്രയധികം വിൻ റേറ്റുള്ള ഒരു റേഞ്ചിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് ആ ഒരു മൂവ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് ഇപ്പം നമ്മളൊരു എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു എൻട്രിയിലൂടെ കിട്ടും, അത് കൺഫേം കാര്യമാണ്. മാർക്കറ്റിൽ റീടെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ പെട്ടെന്ന് പോയി എൻട്രി എടുക്കാതെ മാർക്കറ്റിൽ വാച്ച് ചെയ്യുക. ഈ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും നോക്കുക, ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം കറക്റ്റായിട്ട് ഈ ഒരു എൻട്രി എടുക്കാനും പറ്റും. ഓക്കെ, അപ്പം കാര്യങ്ങൾ കറക്റ്റായിട്ട് റീടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ ശേഷം നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഡെമോ ട്രേഡ് എടുത്ത് പഠിക്കുക. ദെൻ അതിനുശേഷം എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം റിയൽ മാർക്കറ്റിൽ എൻട്രി എടുക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട്